ഹായ് വീം വരാൻ പറ ഇതാരാ? ഓയ് ചീര 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 ഇതാരാ നോക്കി? അച്ഛന്റെ പൊന്നൂടെ അച്ഛന്റെ അടുത്ത് ഇരിക്കണ്ടേ മുത്തുന്ന്. അമ്മേ അമ്മേ എന്താ കുഞ്ഞു കരയുന്നേ? വിശക്കുന്നുണ്ടോ? അതാ കുറുക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്തോ അച്ഛനോട് പൊണ്ണ് എന്തിനു കൂടെ എന്നെ പോട്ടെ 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 അച്ഛൻ പോട്ടെ. ഓ ഇല്ല 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 ഇല്ല. അയ്യോടാ ഞാൻ അവളെ ഡയപ്പർ വാങ്ങിക്കാൻ മറന്നുപോയി. അത് സാരില്ല ചേട്ടാ, അവളിപ്പോ ഡയപ്പറിൽ അങ്ങനെ മൂത്രമൊഴിക്കാറില്ല. ഞാൻ കൊറേ ദിവസമായിട്ട് ബാത്റൂം കൊണ്ടുപോകണ്ടല്ലോ. അപ്പൊ ബാത്റൂം പോയി ശീലിച്ചപ്പോ ഇപ്പൊ സൂസ് വെക്കണം തോന്നി കഴിഞ്ഞാൽ ഷൂ എന്ന് പറയും. അന്ന് ബാങ്കില് അപ്ലൈ ചെയ്തിരുന്നില്ലേ ഇന്റർവ്യൂവിന് പോയത്, അതിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറാ. അല്ല അതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാനും വിചാരിച്ചേട്ടാ, പക്ഷെ നമുക്ക് ഭാഗ്യണ്ട്. ഇപ്പൊ സാലറി കുറവാ, ഒരു 6 മാസം കഴിയുമ്പോ കൂട്ടും. മൺഡേ ജോയിൻ ചെയ്യണമെന്നാ പറഞ്ഞേ. ഏട്ടയ്ക്ക് ഒരു കാര്യം ചെയ്യാം, ടിഫിൻ ബോക്സും ബോട്ടിലൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ടോ. അപ്പൊ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ടുപോകാലോ. പിന്നെ 4-5 കുർത്താസും വേണമെന്നുണ്ട്, ബട്ട് ഇപ്പൊ വേണ്ട, പിന്നെ മതി. ഏട്ടന് കാശ് കുറവല്ലേ. നീ ഇത് അമ്മയുടെ അടുത്ത് പറഞ്ഞാ? ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞോളാം. എന്താ ഒരു ഹാപ്പിനെസ് കുറവ്? എന്താ ഹാപ്പിനെസ് കുറവ്? ഒരു കുറവ് എന്തോ പോലെയുണ്ട്. ഒരു കുഴപ്പമില്ല. നീ വാ. ഏട്ടാ ഓക്കെ അല്ലേ? പിന്നെന്തടി, നീ വാ. എന്തെറ്റി? ഒന്നുമില്ലടി. അമ്മ ഏട്ടനോട് എങ്ങനെയെങ്കിലും അമ്മയോട് പറയാം. കുഞ്ഞ് ഉറക്കം വന്നിട്ട് കരഞ്ഞാ ഞാൻ കുറുക്കും കൊടുത്ത് ഉറങ്ങുകയും ചെയ്തു. ആണോ? എടാ നീ എന്റെ മരുന്ന് വാങ്ങിച്ചോ? മരുന്നൊക്കെ വാങ്ങിച്ചു. എന്റെ അമ്മ ഈ കുഴമ്പും തൈലുമായിട്ട് എത്ര നാൾ പോകാനാണ് ഉദ്ദേശം? അവസാനം ഇപ്പൊ ഉള്ള അസുഖം കൂടുമ്പോഴേ അമ്മ പഠിക്കുള്ളൂ. ഒന്നും കൂടത്തില്ല. നിന്റെ കൂട്ടേ കണ്ട ഹോട്ടലിലൊക്കെ കയറി കട കടിച്ചാണിയൊക്കെ വാങ്ങിച്ച് തിന്നൊന്നുമില്ല ഞാനാണ് ഇച്ചിരി ആഹാരമേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിനക്ക് വരുന്നതിന്റെ പകുതി അസുഖം പോലും എനിക്ക് വരത്തില്ല. നീ ചിരിക്കണ്ട, നിന്നെ കൂടെ ചേർത്താ പറഞ്ഞത്. എവന്റെ കൂടെ കയറി ഇറങ്ങി നീയും തിന്നുന്നുണ്ട് ആവശ്യമില്ലാത്ത സാധനമൊക്കെ. നോക്കെ എന്റെ കുഞ്ഞിനെ ഇതൊന്നും പഠിപ്പിച്ചേക്കല്ലേ. അതിന് എന്തുവാ വേണ്ടിയെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. എന്നാ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. അമ്മയ്ക്ക് ചപ്പാത്തിയാണോ ഓടിച്ചാണോ? ഓ എന്തേലും മതി. ശരി. അമ്മേനോട് പറയണേ, കുറച്ച് വാടിയുണ്ട് അമ്മ. നീ എന്തുവാടാ വന്ന കാലയിൽ തന്നെ നിൽക്കുന്നേ? നീ എഴുതാലും പോവാനുണ്ടോ? ആ സുബിന്റെ വീട്ടിലോട്ട് പോകണം. നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് അവന്റെ ഓപ്പറേഷന് വേണ്ടി കുറച്ച് പൈസ കളക്ട് ചെയ്തായിരുന്നു, അതൊന്ന് കൊടുക്കണം. എങ്ങനെ നടന്ന ചെറുക്കനല്ലേ. ഷോ അതാ പറയുന്നേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായാലും ഓട്ടോ എപ്പോൾ എടുത്താലും ദൈവവിചാരം വേണം കേട്ടോ. പിന്നെ അമ്മ നമ്മളെ ധന്യക്ക് ഒരു ജോലി കിട്ടിയായിരുന്നു. എവിടാ? ബാങ്കിലാ. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. എടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? അവള് ജോലിക്ക് പോയാൽ പിന്നെ ഇവിടുത്തെ കാര്യവും കുഞ്ഞിന്റെ കാര്യമൊക്കെ ആര് നോക്കും? എനിക്ക് അതിനെ ഇച്ചിരി നേരം എടുത്തോണ്ട് നടന്നാൽ തന്നെ അങ്ങ് നടുവേദനയാ. പിന്നെ എങ്ങനാ? അവൾ വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ജോലിയാണ്, അതിനവളെ വിടൂലെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ചേട്ടാ എന്ന് പറഞ്ഞ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ആരേലും വേണ്ടേ? അപ്പൊ ഒന്നാമത് പൊടിക്കൊച്ച് ഈ 2 വയസ്സായത് ഈ ഓടിച്ചാടി നടക്കുന്നതിന്റെ പുറകെ എനിക്ക് ഓടാൻ വയ്യ, അതുകൊണ്ട് പറഞ്ഞതാ. എടാ അത് മാത്രമാണോ? പണ്ടായിരുന്നെങ്കിൽ ഒറ്റത്തടിയായിരുന്നു, ഇപ്പൊ ഈച്ചരയില്ലാത്തൊരു കൊച്ചുണ്ട്, അതിന്റെ കാര്യമൊക്കെ ആര് നോക്കും? അത് കൊള്ളാമല്ലോ. അമ്മ മോൾക്ക് ഇപ്പൊ 2 വയസ്സായല്ലോ, ഞാൻ ഡേ കെയറിലാക്കിയിട്ട് പൊക്കോളാം. പിന്നെ രാവിലെ തന്നെ എല്ലാ പണിയും തീർത്തിട്ട് ഞാൻ ജോലിക്ക് പോക്കോളാം. ആദ്യത്തെ ആവേശത്തിന് അങ്ങനെയൊക്കെ പലതും പറയും, അതൊക്കെ പോട്ടെ. കുഞ്ഞിനൊരു അസുഖം വന്നു, അപ്പൊ നീ എങ്ങനെ ജോലിക്ക് പോകും മോളെ? അമ്മ എന്തെങ്കിലും നെഗറ്റീവ് പറയുന്നേ? ഇത്രക്കോളം പോകുന്ന കുഞ്ഞുങ്ങളെ വീട്ടിൽ വിട്ടിട്ടല്ലേ ചില അമ്മമാരൊക്കെ ജോലിക്ക് പോണത്. മാത്രല്ല ഏട്ടനിങ്ങനെ ഓട്ടോ ഓടിച്ചിട്ടല്ല നമ്മുടെ കുടുംബം കഴിഞ്ഞു പോണത്. എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ശമ്പളം വലിയൊരു ആശ്വാസമാവില്ല ഏട്ടന്? അല്ല എനിക്ക് ആശ്വാസം വരുമെന്ന് പറയുകയാണെങ്കിൽ നീ പോണ്ട. ഞാൻ ഇത്രയും നാൾ ഓട്ടോ ഓടിച്ചല്ലേ ഈ കുടുംബം നോക്കിയത്, അതുപോലെ ഞാൻ അങ്ങ് ചെയ്തോളാം. ഏട്ടനെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പം ഞാൻ ജോലിക്ക് പോകണ്ടെന്നാണോ?
ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ പ്രായോഗികമായിട്ട് ചിന്തിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. ജോലിക്ക് പോണോ പോണ്ട എന്നുള്ളത്. അവൾക്കത് വിഷമമാണ്. വിഷമിക്കാൻ എന്തോ ഇതിനകത്ത്? നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് പ്രായോഗികമായിട്ട് ചിന്തിക്കണ്ടായോ? ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണ്ടേ നിങ്ങളൊരു തീരുമാനം എടുക്കാന്? ഞാൻ കാര്യമല്ലയോ പറഞ്ഞത്? വിഷമമായാലും എങ്ങനെ നോക്കൂ? ഞാനേ സുബിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ആ പോയിച്ചോ. നിങ്ങളായിരുന്നോ? വാ. മോളെവിടെ? മോളും അമ്മയും കൂടി ഇപ്പൊ അമ്പലത്തിലോട്ട് പോയി. വാ കേറി വാ. ശരത്തെ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ആ രമേശ, ശരത്ത് ഇരിക്കേ. ഇനിതേ ഒരു കസേര എടുക്ക് ശരത്തിന്. ഇരിക്ക രമേശ. ഇനിതേ എനിക്ക് ചായ എടുക്ക. അയ്യോ ഞാനത് മറന്നു. നിങ്ങളിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. എൻ്റെ ചേച്ചി ഒന്നും എടുക്കണ്ട. നിങ്ങളെ സുബിച്ചേട്ടൻ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നത്. കാരണം ഇനി ഓപ്പറേഷൻ കഴിഞ്ഞാലല്ലേ കാണാൻ പറ്റുള്ളൂ. 12-ാം തീയതി ഓപ്പറേഷൻ. ഞാൻ ഇപ്പൊ വരാം. ശരി. സുബി ഇതിരിക്കട്ടെ, ആവശ്യങ്ങളുള്ളതല്ലേ. ഇത് ഞങ്ങളെല്ലാവരും കൂടെ സ്വരുക്കൂട്ടിയതാണ്. എല്ലാവരുടെ പ്രാർത്ഥനയും സുബിയിലൂടെ ഉണ്ട്. ഓപ്പറേഷന് എനിക്ക് പേടിയൊന്നുമില്ല. ഈ വേദന സഹിച്ച് അതിപ്പോൾ ഒരു ശീലമായി. എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. എല്ലാം നടക്കും സുബി. പിന്നല്ലെങ്കിൽ നമ്മളൊക്കെ എന്തിനാ ദൈവത്തിനെ വിളിക്കുന്നത്? അല്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വിനീത ജോലിക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു. അതാണ് ആകെയുള്ളൊരു ആശ്വാസം. പിന്നെ നിങ്ങൾക്കറിയാലോ, പുകവലി, മദ്യപാനം, മറ്റ് കൃഷിയിലൊന്നും ഇറക്കില്ല. എന്തായാലും ഇറക്കി ഈ അവസ്ഥ വന്നില്ലേ. എൻ്റെ വിധി ഇതല്ലാണ്ട്. അല്ലെങ്കിൽ നിർത്തിയിട്ട് ഓട്ടോറിക്ഷയുടെ ബാക്കിൽ കൊണ്ടിടിക്കാൻ ആ ലോറി ഡ്രൈവർക്ക് തോന്നും. വിനീത ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ നോക്കണം, ജോലിക്ക് പോകണം, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഞാൻ ഈ അവസ്ഥയിലായതിനു ശേഷം ഓക്ക് ഇരട്ടി ശക്തി കിട്ടിയ പോലെയാണ്. എല്ലാം ഭയങ്കര കൃത്യമായിട്ട് ചെയ്യും, ആരൊന്നും അറിയിക്കാണ്ട് ചെയ്യും. പൊന്നുപോലെ അത് ഓളെന്നെ നോക്കുന്നു. ഓളെന്നെ നോക്കുന്നത് പോലെയൊന്നും എനിക്ക് ഓളെ നോക്കാൻ പറ്റിയിട്ടില്ലോ അതിൻ്റെ സങ്കടം നിനക്ക്. പാവം ചേച്ചി. സുബിച്ചേട്ടാ എല്ലാം ശരിയാവുന്നേ. ചായ കുടിക്കും. എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കല്ലേ കേട്ടോ. കഴിവതും ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് രമേശ ഞാൻ നോക്കുന്നേ. പിന്നെ ഓപ്പറേഷൻ കഴിയുമ്പോൾ ഏട്ടൻ ശരിയാവല്ലോ, അപ്പം എല്ലാം ഓക്കെ ആവും. നല്ല ചൂടുണ്ട് കേട്ടോ. രമേശ, നമ്മുടെ സുബിച്ചേട്ടൻ്റെ ഭാര്യയില്ലേ, ആ ചേച്ചി എന്ത് നല്ല ചേച്ചിയാണ്. ആ ചേച്ചിയാണ് ആ വീട്ടിലെയും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ആ ചേച്ചിയെക്കുറിച്ചല്ലേ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്തതെല്ലാം വിചാരിച്ചേ. എടാ, അത് പിന്നെ ഈ ഓട്ടോക്കാരൻ്റെ ഭാര്യയ്ക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയാലേ ഒരു നാട്ടുകടപ്പ് അനുസരിച്ച് അവൾ എന്തായിരുന്നാലും അവനെ കളഞ്ഞിട്ട് പോകും. ഇതിപ്പം വിനീത ഇത്രയും നല്ല മനസ്സിനുടമയാണെന്ന് ആരും അറിഞ്ഞില്ലല്ലോ. അത് മാത്രമല്ലടാ, ആ ചേച്ചിയില്ലേ, ആ ചേച്ചി അന്ന് നല്ല സാരി എടുത്ത് ഓട്ടോ സ്റ്റാൻഡ് അതിൽ കൂടെ നടന്നിരുന്നപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് സ്റ്റാൻഡിൽ വെച്ച്. ആ ചേച്ചി അങ്ങനെയാണ്, ആ ചേച്ചി ഇങ്ങനെയാണ്, ആ ചേച്ചിക്ക് ഇളക്കം കൂടുതലാന്ന് വരെ പറഞ്ഞില്ലേ. ഇവിടെ നമ്മൾ മാത്രമല്ലല്ലോ, നീയും പറഞ്ഞില്ലേ. ശരിയാണ്, ഞാൻ പറഞ്ഞു.
എനിക്കതിൽ വിഷമവുമുണ്ട്. പക്ഷേ ഇവരെയൊക്കെ അടുത്തറിയുമല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ എത്ര നല്ല ആൾക്കാരാണെന്നുള്ളത്. എൻ്റെ അമ്മയാണ്. ഞാൻ ഇനി ഒരു പെണ്ണിനെയും കുറിച്ചും ഒരു കുറ്റവും പറയത്തില്ല. അതെന്താന്നോ, എന്തൊരു ചോദ്യമാടാ. പിന്നല്ലാതെ ആദ്യമായിട്ട് കാണുന്ന പെണ്ണുങ്ങളെക്കുറിച്ച് അവരെക്കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ അവരെ എന്ത് വൃത്തികെട്ട രീതിയിലാണ് വിലയിരുത്തുന്നത്. നമ്മൾ എന്ത് ബോറന്മാരാടാ. ശരിക്കും പറഞ്ഞ് ആലോചിച്ചിട്ട് തന്നെ തൊലി ഉരിയുന്നു. ഞാൻ അതല്ലടാ ആലോചിക്കണത്. ഈ വിനീതയ്ക്ക് ഇപ്പോൾ ഒരു ജോലി ഇല്ലായിരുന്നെങ്കിൽ അവരെങ്ങനെ കഴിയുമായിരുന്നു? എങ്ങനെ കഴിയാനാ, ജീവിതം തീർന്നു തന്നെ. സുബിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ മോളും ധന്യ അമ്മയൊക്കെ എങ്ങനെ ജീവിക്കുമായിരുന്നു? എൻ്റെ രമേശ് നാട്ടിലിറങ്ങി തെണ്ടേണ്ട വന്നേനെ. വേറെ എന്ത് ചെയ്യാനാണ്? രമേശ് എന്താടാ? ഒന്നുമില്ലടാ. നീ ഉറങ്ങിയില്ലേ? ഞാൻ ഫുഡ് എടുക്കട്ടെ ഏട്ടാ. നീ എന്താ കിടക്കാത്ത? നീ കരഞ്ഞല്ലേ? അത് കുറെ ആഗ്രഹിച്ച് കിട്ടിയതല്ല ഏട്ടാ ജോലി. ഭയങ്കര സങ്കടമായി. നീ അതിന് പൊയ്ക്കോ. ഏയ് അതൊന്നും വേണ്ട. അമ്മ പറഞ്ഞത് ശരി. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മോളുടെ കാര്യം കഷ്ടത്തിലാവും. അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും നാട്ടു വയ്യ, അതെനിക്കറിയാവുന്നതല്ലേ. പിന്നെ ടേക്ക് കെയറിലാക്കി കഴിഞ്ഞാൽ അമ്മ പറഞ്ഞ പോലെ മോൾക്ക് പനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാമിന് ലീവ് എടുക്കണം. അതൊക്കെ പിന്നെ പ്രശ്നമാവും കേട്ടോ. സാറില്ല. എടി, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് ഫേസ് ചെയ്യാം. വരുന്ന തിങ്കളാഴ്ച മുതൽ നീ ജോലിക്ക് വയ്ക്കോ. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നീ പറഞ്ഞ കുർത്തയൊക്കെ ഉണ്ട്. എൻ്റെ ഇഷ്ടപ്പെട്ട കളറാണ് ഞാൻ വാങ്ങിച്ചത്. വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ ഉണ്ട്. പറയുന്നത് പിന്നെ മോളുടെ കാര്യം, എൻ്റെ കൂടെ ഞാനില്ലേ, നമുക്കൊരുമിച്ച് നോക്കാന്ന്. ഏട്ടാ അതിന് അമ്മ സമ്മതിക്കുമോ? അതൊക്കെ സമ്മതിക്കും. ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കാം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവമേ. അപ്പം എണ്ണ ഇടയ്ക്കൊക്കെ കൊണ്ടാക്കുമോ? ഇടയ്ക്കൊന്നുമല്ല, ഞാൻ നിന്നെ കൊണ്ടാക്കിയിട്ടേ ഓട്ടത്തിന് പോകണുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഏട്ടാ അമ്മ സമ്മതിക്കുന്നു. അമ്മ സമ്മതിക്കും, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും. നീ എൻ്റെ ആശ്രയത്തിൽ എത്ര നാളിങ്ങനെ കഴിയാനാണ്? നിനക്കും നാളെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ഇത് വേണ്ടേ? എനിക്ക് വയ്യ സന്തോഷിക്കാൻ, പ്രതീക്ഷിക്കാനൊന്നും വയ്യ. എടി, ഞാൻ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അതുപോരെ? അമ്മ കഴിച്ചോ? ഇല്ല, ഏട്ടൻ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ടിരിക്കുക. എന്നാൽ നീ പോയി ആഹാരം എടുത്തു പോയി. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വരാം. ചെല്ലേ. സമ്മതിക്കോട്ടെ. എടി, സമ്മതിപ്പിക്കാം. ശരി.
എന്തുവാടാ ഇച്ചിരി നേരത്തും കാലത്തും ഒക്കെ നിനക്ക് വീട്ടിൽ വന്നൂടായോ? മനുഷ്യൻ കാത്തിരുന്ന് വയറ്റിൽ ഗ്യാസ് കയറി. ഓ പിന്നെ അങ്ങനെ ഗ്യാസ് ഒന്നുമില്ല. ദേ നല്ല ചപ്പാത്തിയും കുറുമക്കറിയുണ്ട്. എനിക്ക് ഈ ചപ്പാത്തി ഒന്നും ഇഷ്ടമല്ല. പിന്നെ എന്തേലും ആട്ടെ. പിന്നെ മതി മക്കളെ. അമ്മ, ആ അമ്മയ്ക്ക് തയ്യൽ മെഷീൻ ചവിട്ടാൻ തുടങ്ങിയതിന് ശേഷമല്ലേ നടുവേദന തുടങ്ങിയത്? പിന്നെ അല്ലയോ എടാ, നിന്റെ അച്ഛൻ മരിക്കുമ്പോഴേ എനക്ക് 5 വയസ്സും ശ്രീകുട്ടിക്ക് 3 വയസ്സുമാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു എത്തുംപിടിയില്ലായിരുന്നു. പിന്നെ തമ്പുരാൻ 2 മക്കളെ തന്നില്ലേ, അവർക്ക് വേണ്ടി ജീവിച്ചല്ലേ ഒക്കത്തുള്ളൂ. നടുവേന വന്നെങ്കിൽ എന്താ, എൻ്റെ മക്കൾ 2 ഒരു കരയ്ക്ക് അടുത്തില്ലേ. അന്ന് അമ്മയ്ക്ക് നല്ല കുറച്ചും കൂടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ജോലി കിട്ടൂലേ അമ്മ? അത് മക്കളെ അന്നത്തെ കാലമല്ലേ, അത്രയൊക്കെ പഠിപ്പിക്കാനേ വീട്ടുകാർക്ക് നിവർത്തിയുള്ളന്നേ. പിന്നെ ശരിയാ, ഇച്ചിരി കൂടെ പഠിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടുമായിരുന്നെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. ഹാ, അതിനൊന്നും പറ്റിയില്ല. അമ്മ, ധന്യ PG വരെ പഠിച്ചത്. PG എന്ന് പറഞ്ഞാൽ വലിയ പഠിപ്പാണ്. ആ, അതിനെന്താ, നല്ല കാര്യമല്ലേ. അത്രയും പഠിച്ച അവളെ ജോലിക്ക് പോകണ്ടെന്നും പറഞ്ഞ് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പിടിച്ചെടുത്താൽ എനിക്ക് എങ്ങനെ അമ്മ പറയാൻ പറ്റുക? നാളെ അച്ഛന് സംഭവിച്ച പോലെ എനിക്കും എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാൽ അവളും കുഞ്ഞും ഒറ്റയ്ക്കായി പോകില്ലേ? ആ സമയത്ത് അവൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആരെ ആശ്രയിക്കാതെ ജീവിക്കാമല്ലോ. അമ്മയ്ക്ക് അറിഞ്ഞൂടെ ഭർത്താവില്ലാതെ നല്ലൊരു ജോലി ഇല്ലാതെ ഞങ്ങളെ വളർത്തിയ ബുദ്ധിമുട്ട്? ഏട്ടാ, എന്തൊക്കെയാ ഈ പറയുന്നത്? എടി, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഉദാഹരണം ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അമ്മ ഒന്ന് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അല്ല മോളെ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ വളർത്തിയെങ്കിലും ഞാനത് ആലോചിച്ചില്ല. നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല മക്കളെ. ശരിയാ, നീ എന്തായാലും ജോലിക്ക് പോണം. കുഞ്ഞിനെയൊക്കെ ഞാൻ നോക്കിക്കോളാം. ജോലിക്ക് പോയി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി സ്വന്തം കാലേ നിൽക്കുമ്പോഴാ പെണ്ണുങ്ങൾക്കൊരു വിലയുള്ളൂ. അമ്മ ശരിക്കും പറഞ്ഞാണോ? അന്ന് മക്കളെ, കുഞ്ഞിനെയൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ജോലിക്ക് പോകും. എത്ര പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്. പ്രസവവും കൊച്ചുങ്ങളെ വളർത്തലും ഒക്കെ അതിൻ്റെ വഴിക്കങ്ങ് നടന്നോളൂ. ഞാനില്ലേ ഇവിടെ. നമ്മൾ ജോലിക്കൊക്കെ പോയി നല്ല മിടുക്കിയായിട്ട്. അമ്മ അത് ആലോചിച്ചില്ല. മോള് പൊക്കോ, അമ്മ ഇവിടെ ഉണ്ടല്ലോ. നീ ധൈര്യമായിട്ട് പോടി. Thank you.